ഒരു മടി പിടിച്ച ദിവസം ഉണ്ടെന്ന്. പിന്നെ രാവിലെ ഉമ്മാനെ കണ്ടപ്പോൾ തന്നെ ഇല്ലാത്ത മടി തനിയെ വരും. എപ്പോഴെങ്കിലേക്ക് ഉമ്മ വരുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഉമ്മയും ഉണ്ണിയും കൂടി പോയി മീൻ വാങ്ങുമായിരുന്നു. പിന്നെ ഉണ്ണിക്ക് പൾസ് പോളിയോ ഉണ്ടായിരുന്നു. അതെടുക്കാൻ പോയി ഉമ്മയും വാപ്പയും കൂടി. അതിന് പോകാൻ കൂടി മടിയായിരുന്നു. പിന്നെ ഫുഡായിട്ട് രാവിലെ ഉപ്പുമാവും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ ഓരോ പണിയിലേക്കായിരുന്നു. തുണിയൊക്കെ ഉണക്കാനിടായിരുന്നു. പിന്നെ മീൻ വാങ്ങിയതൊക്കെ ഇതാ നേരാക്കുകയാണ്. എൻ്റെ അടുത്ത് നേരാക്ക് പറഞ്ഞൊക്കെ ഇരുന്നാണ് പോളി എടുക്കാൻ മുമ്പിലേക്ക്. പിന്നെ എനിക്ക് അതിനും വയ്യാണ്ടായി. പിന്നെ ഇതാ മീനിൻ്റെ മസാലയൊക്കെ തിരുമ്പി വെച്ചു. മീൻ അയിലയാണ് വാങ്ങിയത്. വറുക്കും ചാറൊക്കെ വെക്കാൻ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അതിനും കൂടി വയ്യാത്തതുകൊണ്ട് ഞാനൊക്കെ ഉമ്മാനെ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെ ഇതാ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള കറിയാണ് വെക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും വെക്കില്ല. ഞാനൊക്കെ തേങ്ങ അരച്ച് എല്ലാം വഴറ്റിയിട്ടേ വെക്കുള്ളൂ. ഉമ്മയാകുമ്പോൾ എല്ലാവരും മുളക് പൊടികളും എല്ലാം കൂടി ഒപ്പം മിക്സ് ആക്കിയിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. എല്ലാവരും ഉമ്മമാരുണ്ടാക്കുന്ന കറി ടേസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതാ ചാറൊക്കെ ഇതാ തിളയ്ക്കാൻ അടുപ്പിൽ പുളി എല്ലാം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ അങ്ങ് തിളച്ച് മീനൊക്കെ ഇട്ടു. മീനൊക്കെ ഇട്ട പിന്നെ ലാസ്റ്റാണ് അത് താളിക്കുന്നത്. പിന്നെ അങ്ങനെ താളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇതാ മീനൊക്കെ വറുക്കാൻ വെച്ചു. മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. ചോറും അയിലക്കറിയും അയില മീൻ വറുത്തും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു.